കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 3-ാം സർഗം ശ്ലോകം 12 നമ്മൾ നിർത്തിയത്. അപ്പം അതിൽ പറഞ്ഞു, അതായത് അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ ചെന്നു, അദ്ദേഹം വന്ന് സൽക്കരിച്ചു, പിന്നെ വേണ്ട ഉപചാരങ്ങളോടെ ബഹുമാനിച്ച് സൽക്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാമ വരൂ വരൂ, ഭാഗ്യം കൊണ്ട് എനിക്കിന്ന് അങ്ങയുടെ സംഗമം ലഭിച്ചു. എൻ്റെ വളരെ പ്രിയപ്പെട്ട അതിഥിയായിട്ട് അങ്ങ് ഇന്നിവിടെ വന്നതുകൊണ്ട് എൻ്റെ ഈ ദിവസം തന്നെ സഫലമായി എന്ന് പറഞ്ഞു അല്ലേ. അതാണ് പറഞ്ഞത്. ഇനി 13. രാമോപി മുനിമായാന്തം ദൃഷ്ട്വാ ഹർഷസമാകുല സീതയാ ലക്ഷ്മണേനാഭി ദണ്ഡവൽപതിതോ ഭുവി. ആയാന്തം മുനിം ദൃഷ്ട്വാ, അതായത് മുമ്പിൽ തൻ്റെ അടുത്തേക്ക് വന്ന അഗസ്ത്യമുനിയെ കണ്ടിട്ട് ഹർഷസമാകുല രാമ അഭി, സന്തോഷത്തോടു കൂടി രാമനും സീതയാ ലക്ഷ്മണേന അഭിസമേത, സീതയും ലക്ഷ്മണനും രാമനും ഒക്കെ ഭുവി ദണ്ഡവത്പതിത, ഭുവിയിൽ വടിപോലെ വീണ് നമസ്കരിച്ചു. അതായത് ദണ്ഡ നമസ്കാരം ചെയ്തു. തന്നെ സ്വീകരിക്കാനായിട്ട് വന്ന അഗസ്ത്യ മഹർഷിയെ കണ്ട രാമനും ഭയങ്കര സന്തോഷമായി. അവനവൻ നമസ്കരിച്ചു എന്ന് മാത്രമല്ല, അത് കണ്ട് വേഗം സീതയും ലക്ഷ്മണനും അഗസ്ത്യമുനി നമസ്കരിച്ചു. രാമോപി മുനിമായാന്തം ദൃഷ്ട്വാ ഹർഷസമാകുല സീതയാ ലക്ഷ്മണേന ദണ്ഡവൽപതിതോ ഭുവി. 14. ദ്രുതമുത്ഥാപ്യ മുനിരാട് രാമമാലിംഗ്യ ഭക്തിതഃ തദ്ഗാത്രസ്പർശജാഹ്ലാദസവന്നേത്ര ജലാകുലഃ. മുനിരാട്, അതായത് മുനിമുഖ്യൻ ഇവിടെ അഗസ്ത്യ മഹർഷി രാമം ദ്രുതം ഉത്ഥാപ്യ, വേഗം രാമനെ നീപ്പിച്ചു. എന്നിട്ട് ഭക്തിതഃ ആലിംഗ്യ, ഭക്തിയോട് ആലിംഗനം ചെയ്തു. അഗസ്ത്യമുനി വളരെ ഭക്തിയോടെ രാമനെ ഇങ്ങോട്ട് ആലിംഗനം ചെയ്തു. തദ് ഗാത്രസ്പർശജ ആഹ്ലാദ സ്രവം നേത്രജലാകുല, രാമൻ്റെ ശരീരം സ്പർശിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ആനന്ദം കൊണ്ട് ഒഴുകുന്ന കണ്ണീരാൽ, സന്തോഷം കൊണ്ട് കണ്ണീരൊഴുക്കിന്ന് ശ്രീരാമനെ ആലിംഗനം ചെയ്തു. അപ്പോൾ ആ ഭഗവാന്റെ ആ ദിവ്യ ശരീരത്തിൻ്റെ സ്പർശനം കൊണ്ടുണ്ടായ ആനന്ദം കൊണ്ട് കണ്ണിന്ന് വെള്ളം കുടുകുടേ ഒഴുകി. ആരുടെ? അഗസ്ത്യൻ്റെ. ദ്രുതമുത്ഥാപ്യ മുനിരാട് രാമമാലിംഗ്യ ഭക്തിതഃ തദ്ഗാത്രസ്പർശജാഹ്ലാദസ്രവം നേത്രജലാകുലഃ ഗൃഹീത്വാ കരമേകേന കരേണ രഘുനന്ദനം ജഗാമസ്വാശ്രമം ഹൃഷ്ടോ മനസാ മുനിപുങ്കവ. ഈ മുനിശ്രേഷ്ഠൻ ഏകേന കരേണ, ഒരു കൈകൊണ്ട് രഘുനന്ദനം രാമൻ്റെ കരത്തെ പിടിച്ച്, കരം ഗൃഹീത്വ, കരത്തെ പിടിച്ചിട്ട് മനസാ ഹൃഷ്ട, വളരെ സന്തോഷിച്ചവനായി, സ്വാശ്രമം ജഗാമ, അതായത് എന്നിട്ട് വേഗം ഒരു കൈകൊണ്ട് രാമൻ്റെ കയ്യും പിടിച്ച് ആശ്രമത്തിലേക്ക് അങ്ങോട്ട് നടന്നു. ഗൃഹീത്വാ കരമേകേന കരേണ രഘുനന്ദനം ജഗാമ സ്വാശ്രമം ഹൃഷ്ടോ മനസാ മുനിപുങ്കവ സുഖോപവിഷ്ടം സംപൂജ്യ പൂജയാ ബഹുവിസ്തരം ഭോജയിത്വാ യഥാ ന്യായം ഭോജൈർവന്യൈരനേകഥ. സുഖോപവിഷ്ടം, സുഖമായിട്ട് ശ്രീരാമനെ ഒരാസനത്തിൽ ഇരുത്തി, പൂജയാ ബഹുവിസ്തരം, വേണ്ട പോലെ വിസ്തരിച്ച് പൂജ ചെയ്ത്, പൂജിച്ചിട്ട്, വന്യൈഹി അനേകഥാ ഭോജയി, പല പല പല, അതായത് കാട്ടിൽ കിട്ടുന്ന പല പല ഫലമൂലാദികൾ കഴിക്കാൻ നൽകിക്കൊണ്ട് വേണ്ട പോലെ ഭുജിപ്പിച്ചു. ആദ്യം പിന്നെന്താണ്, നല്ലോണം, അയ്യോ ഇത് പോയിട്ടോ, എന്താ പറയുക, പേജ് നോക്കട്ടെ, അതെ, എന്നിട്ട് ആശ്രമത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ആസനം കൊടുത്ത് വിസ്തരിച്ച് പൂജ ചെയ്തു, ഉപചാരപൂർവ്വം പൂജയൊക്കെ ചെയ്തു. എന്നിട്ട് കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പലവിധ
ഫലമൂലാദികളൊക്കെ കൊടുത്ത് ഭുജിപ്പിച്ചു. സുഖോപവിഷ്ടം സംപൂജ്യ പൂജയാ ബഹുവിസ്തരം ഭോജയിത്വാ യഥാ ന്യായം ഭോജീർ വന്യൈരനേകഥ. ഈ 17 സുഖോപവിഷ്ടമേകാന്തേ രാമം ശശിനിഭാനനം കൃതാഞ്ജലിരുവാചേദമഗസ്ത്യോ ഭഗവാൻ ഹൃഷി. ഏകാന്തേ സുഖോപവിഷ്ടം ശശിനിഭാനനം രാമം, ഏകാന്തത്തിൽ തന്നെ ഇരിക്കുന്ന, അതായത് ചന്ദ്രസമാനമായ മുഖത്തോടു കൂടിയ രാമനോട്, അതായത് ഉദിച്ചു വരുന്ന ചന്ദ്രൻ്റെ ഭംഗിയാണ് മുഖത്തിന്, അതാണ് തന്നെ ഇരിക്കുന്ന, ഏകാന്തത്തിലിരുന്നു ശ്രീരാമൻ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രൻ്റെ മുഖത്തിനോട് തുല്യമായിട്ടുള്ള മുഖത്തോടു കൂടിയ ചന്ദ്രാനനായിട്ടുള്ള രാമനോട് കൃതാഞ്ജലി ഭഗവാൻ അഗസ്ത്യ ഹൃഷി, കൈകൂപ്പിക്കൊണ്ട് അഗസ്ത്യ മഹർഷി ഇതം ഉവാച, ഇപ്രകാരം പറഞ്ഞു. അതായത് ചന്ദ്രനെ പോലെ നമുക്ക് ആനന്ദം നൽകുന്ന മുഖത്തോടു കൂടിയിട്ടുള്ള ശ്രീരാമൻ ഏകാന്ത സ്ഥലത്തിരിക്കുന്ന സമയത്ത് അടുത്ത് ചെന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് അഗസ്ത്യമുനി ഇപ്രകാരം പറഞ്ഞു. സുഖോപവിഷ്ടമേകാന്തേ രാമം ശിശിനിഭാനനം കൃതാഞ്ജലിരുവാചേദമഗസ്ത്യോ ഭഗവാൻ ഹൃഷി. ഇനി 18, 19 ഒന്നിച്ച്. ത്വദ്വാഗമനമേവാഹം പ്രതീക്ഷൻ സമവസ്ഥിത യദാ ക്ഷീരസമുദ്രാന്തേ ബ്രഹ്മണാ പ്രാർത്ഥിത പുരാ ഭൂമേർഭാരാപനുത്യർത്ഥം രാവണസ്യ വധായ ച തദാദിദർശനാകാംക്ഷി തവ രാമ തപശ്ചരൻ വസാമി മുനിഭിः സാർദ്ധം ത്വാമേവ പരിചിന്തയൻ. ക്ഷീരസമുദ്രാന്തേ, അതായത് പാലാഴിയിൽ വെച്ച് ഭൂമേഹേ ഭാരാപനുത്യർത്ഥം, ഭൂമിയുടെ ഭാരം കുറയ്ക്കുവാനായിക്കൊണ്ട് രാവണസ്യ വധായ ച, ബാക്കി ദുഷ്ടന്മാരെ വധിക്കാനും രാവണൻ്റെ വധത്തിനായിക്കൊണ്ടും യഥാ പുരാ ബ്രഹ്മണ പ്രാർത്ഥിത, പണ്ട് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചുല്ലോ, തദാദി അന്ന് മുതൽ തവ ദർശനകാംക്ഷി, അതുകൊണ്ട് അങ്ങ് അവതരിക്കുന്ന അറിയാം, അന്ന് തൊട്ട്, അതായത് ഭൂമിയുടെ ഭാരം തീർക്കാനും രാവണനെ വധിക്കാനും അങ്ങ് അവതരിക്കണമെന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ച ആ കാലം തൊട്ട് തവ ദർശനകാംക്ഷി, അങ്ങയുടെ ദർശനത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവനും ത്വദാഗമനമേവാ പ്രതീക്ഷത്, അങ്ങ് ഇവിടെ വരുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നവനുമായ ഞാൻ തപഹാചരൻ, തപസ് ചെയ്യുന്നവനും ത്വാം ഏവ പരിചിന്തയൻ, അങ്ങയെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവനും സാർത്ഥം മുനിഭി സാർത്ഥം, മുനികളോടുകൂടി ഞാനിവിടെ വസിക്കുകയാണ്. അഗസ്ത്യൻ പറഞ്ഞു, ഭൂമിയുടെ ഭാരം തീർക്കാനും രാവണനെ വധിക്കാനും പാലാഴിയിൽ വെച്ച് പണ്ട് ബ്രഹ്മാവ് അങ്ങയോട് അർത്ഥിച്ചുല്ലോ, അന്ന് തൊട്ട് അങ്ങയെ കാണാനുള്ള ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ വരവിനെ കാത്തും ഞാൻ അങ്ങയെ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് തപസ് ചെയ്തുകൊണ്ട് ഈ മുനികളോട് കൂടി ഞാൻ ഇവിടെ വസിക്കുകയാണ് എന്ന് പറഞ്ഞു. അതായത് അങ്ങയെ ഞാൻ കാത്തിരിക്കുന്നതായിരുന്നു അങ്ങയുടെ വരവെന്ന്. ത്വദാഗമനമേവാഹം പ്രതീക്ഷൻ സമവസ്ഥിത യഥാ ക്ഷീരസമുദ്രാന്തേ ബ്രഹ്മണ പ്രാർത്ഥിത പുരാ ഭൂമേർഭാരാപനുത്യർത്ഥം രാവണസ്യ വധായ ച തദാദിദർശനാകാംക്ഷി തവ രാമ തപശ്ചരൻ വസാമി മുനിഭിः സാർദ്ധം ത്വാമേവ പരിചിന്തയൻ. ഇനി 20, 21, 22 ഒന്നിച്ച്. സൃഷ്ടേഹേ പ്രാഗേക ഏവാസീർ നിർവികൽപ്പോനുപാധികഃ ത്വദാശ്രയാ ത്വദ്വിഷയാ മായാതേ ശക്തിരുച്യത്തെ ത്വാമേവ നിർഗുണം ശക്തിരാവൃണോതി യദാ തദാ അവ്യാകൃതമിതി പ്രാഹുർവേദാന്തപരിനിഷ്ഠിതാഃ മൂലപ്രകൃതിരിത്യേകാ പ്രാഹുർമായേതി കേചന അവിദ്യാസംസൃതിർബന്ധ ഇത്യാദി ബഹുധോച്യത്തെ. സൃഷ്ടേഹേ പ്രാക്, അതായത് സൃഷ്ടിക്ക്, പ്രാക് പറഞ്ഞാൽ അതിന് മുമ്പ്, പൂർവ എന്നാണ്. അതായത് സൃഷ്ടിക്ക് മുമ്പ് നിർവികൽപ്പ അനുപാധിക, അതായത് നിർവികൽപ്പം, അതായത് ബ്രഹ്മാണല്ലോ സൃഷ്ടിക്ക് മുമ്പ്, ബ്രഹ്മമായി തന്നെ ഒരു ഉപാധികളുമില്ലാതെ, ഒരു ലിമിറ്റേഷനും ഇല്ലല്ലോ, ബ്രഹ്മം നിർഗുണ ബ്രഹ്മമായി ത്വം ഏകഃ ഏവ ആസി, അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഈ ജഗത്ത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ അദ്വൈത ശക്തിയായിട്ടുള്ള അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? വേറൊന്നുമില്ല. സ്വയം പ്രകാശ സ്വരൂപനായിട്ട് അങ്ങ് മാത്രം. ത്വദാശ്രയ അങ്ങയെ ആശ്രയിച്ച്, ത്വദ്വിഷയ അങ്ങയിൽ ലയിച്ചതുമായ മായാത്തെ ശക്തി ഉച്ചതേ അങ്ങയിൽ തന്നെ ലയിച്ച് കിടക്കുന്ന ശക്തിയായിരുന്നു മായ. നിർഗുണം ത്വാം ഏവ ഗുണങ്ങൾക്ക് അതീതനായ അങ്ങയെ തന്നെ ശക്തി യഥാ ആവൃണോതി ശക്തി എപ്പോൾ ആവരണം ചെയ്യുന്നു, തഥാ വേദാന്ത പരിനിഷ്ഠിതാഹ അപ്പോൾ വേദാന്തത്തിൽ നല്ല നിഷ്ഠയോടുകൂടിയവർ അവ്യാകൃതം ഇതി പ്രാഹു അവ്യാകൃതം എന്ന് പറയുന്നു. ഏകേ മൂലപ്രകൃതി ഇതി ചിലർ മൂലപ്രകൃതി എന്ന് പറയുന്നു മായേ, കേചന മായ ഇതി ചിലർ മായ എന്നും പറയുന്നു. അതായത് വേദാന്തികൾ ഈ മായയെ അവ്യാകൃതം എന്ന് പറയും, മൂലപ്രകൃതി എന്ന് പറയും, മായ എന്ന് പറയും. അതായത് മായനെ പല പേരിലാൽ അറിയപ്പെടുന്നുണ്ട്. വേദാന്തികൾ അതാത് സന്ദർഭം അനുസരിച്ചിട്ട് അതാത് വാക്കുകൾ ഉപയോഗിച്ച് മായയെ പറയണമെന്ന് പറയുകയാണ്. അവ്യാകൃതം എന്ന് പറയും, മൂലപ്രകൃതി എന്ന് പറയും, മായ എന്ന് പറയും. അവിദ്യാ സംസതി ബന്ധ ഇതി ബഹുധാ ഉച്ചതേ അവിദ്യ എന്നും പറയും. പിന്നെയോ സംസാരം എന്നും പറയും, ബന്ധം എന്നും പറയും. എത്ര പേരുകളാണ് മായയ്ക്ക്. എന്താ പറയണറിയോ? ഈ 3 ശ്ലോകത്തിൽ വലിയ തത്വം പറയുകയാണ് അഗസ്ത്യ മഹർഷി നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് അഗസ്ത്യമുനി, അതായത് അഗസ്ത്യമുനി ഭഗവത് സ്വരൂപ തത്വത്തെ, അതായത് ഭഗവത് സ്വരൂപത്തിൻ്റെ തത്വത്തെ ഭഗവാനോട് തന്നെ പറയുകയാണ്. അത് അത്ഭുതമല്ലേ? ഭഗവാന്റെ തത്വത്തെ, അതായത് ഭഗവത് തത്വത്തെ ഇവിടെ അഗസ്ത്യമുനി ഭഗവാനോട് തന്നെ പറയണു. അതെന്തിനാണ്? നമുക്ക് മനസ്സിലാക്കാൻ. എന്താ പറയണ ഇതിൽ? സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവാൻ ആ അദ്വൈത ശക്തിയായിട്ടുള്ള ഏക ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഏകനായിരുന്നു. അപ്പോൾ രണ്ടാമതൊന്നില്ല. അതാണല്ലോ അദ്വൈതം എന്ന് പറയണത്. അപ്പോൾ ഈ പ്രപഞ്ചേ ഇല്ല. എന്താച്ചാൽ അങ്ങ് ഒരു തരത്തിലുള്ള ലിമിറ്റേഷനും ഇല്ലാത്ത ശക്തിയാണ്. എന്നാൽ ആ ഉപാധി അങ്ങനെയുള്ളത് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങ് മായയെ സൃഷ്ടിച്ചപ്പോൾ അങ്ങ് മായയ്ക്ക് അതീതനാണ്. പക്ഷേ മായയുടെ ഉള്ളിലുള്ളവരെല്ലാം മായയ്ക്ക് അധീനരായിപ്പോയി. അവർക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങയെ ആശ്രയിച്ചും അങ്ങയിൽ തന്നെ ലയിച്ചിരിക്കുന്നതുമാണ് മായ. അത് അങ്ങയുടെ ശക്തിയാണ്, യോഗമായ അങ്ങയുടെ ശക്തിയാണ്. ആ മായയെ അങ്ങ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അംഗീകരിച്ചിട്ടാണ് സൃഷ്ടിസ്ഥിത്യാദികളെ അങ്ങ് നടത്തുന്നത് അല്ലേ? ആ മായ ശരിക്കും അങ്ങയുടെ ശക്തി തന്നെയാണ്. ആ മായയിലത്തെ 3 ഗുണങ്ങളെ അംഗീകരിച്ച് ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമായിട്ട് സൃഷ്ടിസ്ഥിതി സംഹാരം അങ്ങ് നടത്തുന്നു. അതായത് ഗുണാതീതനായിട്ടുള്ള അങ്ങയെ ആശ്രയിച്ച് മായ വികസിക്കുകയാണ്. ഈ ഗുണങ്ങൾക്കൊക്കെ അതീതനായിട്ടുള്ള അങ്ങയെ ആശ്രയിച്ച് ത്രിഗുണാത്മകമായ മായ എപ്പോൾ പ്രകാശിക്കുന്നുവോ അപ്പോഴാണ്, അതിനെയാണ്, ആ മായയാണ് വേദാന്തികൾ അവ്യാകൃതം എന്ന് പറയുന്നത്. ചിലരോ മൂലപ്രകൃതി എന്ന് പറയും. അതായത് അത് നമ്മൾ ശരിക്കത് ആ ഡെഫിനേഷൻ അങ്ങനെയാണ് കേട്ടോ. എന്താ അറിയോ? ഗുണാതീതനായ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ത്രിഗുണാത്മകമായ മായ, ആ ഭഗവാന്റെ ശക്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ത്രിഗുണാത്മകമായ പ്രകാശിക്കുക അല്ലെങ്കിൽ വികസിക്കുന്നുവോ ആ ഒരു പ്രതിഭാസത്തിന് അപ്പോൾ അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ആ മായയെ ആണ് വേദാന്തികൾ എന്ത് പറയണ? അവ്യാകൃതം എന്ന് പറയും. അതായത് പിന്നെ ഭഗവാനിൽ നിന്ന് വന്നതാണല്ലോ. ചിലർ മൂലപ്രകൃതി എന്ന് പറയും, ചിലർ മായ പറയും, ചിലർ അവിദ്യ പറയും, ചിലർ സംസൃതി പറയും, ചിലർ ബന്ധം. ഇന്നും പല പല പേരിലാണ് ഈ മായ അറിയപ്പെടുന്നത്. അങ്ങയെ ആശ്രയിച്ചും കൊണ്ട്, ഗുണാതീതനായ അങ്ങയെ ആശ്രയിച്ചുകൊണ്ട് ത്രിഗുണാത്മകമായ പ്രകാശിക്കുകയാണ്. ആ പ്രകാശിക്കുന്ന മായയാണ് ഈ പേര് മുഴുവൻ. ഈശ്വരനെ മായ ആവരണം ചെയ്തു എന്ന് പറഞ്ഞതിന്
എന്താ അർത്ഥം വെച്ചാൽ ഈശ്വരന് മായാസംബന്ധം ഉണ്ടായിട്ടേ ഇല്ല. മായയ്ക്ക് ഈശ്വരനെ വേണം, ഈശ്വരന് മായയെ വേണ്ട. മീൻസ് ഈശ്വരൻ്റെ ശക്തിയാണ് മായ. അവനോട് തോന്നുന്നുണ്ടെങ്കിൽ മായ ഉപയോഗിച്ച് ഈ ലോകം സൃഷ്ടിക്കും, ഇല്ലെങ്കിൽ അവനവനിൽ തന്നെ ലയിപ്പിക്കും. അതുകൊണ്ട് ഈശ്വരൻ നിർഗുണനും നിരുപാധികനുമാണ്. മായയ്ക്ക് ആശ്രയമായിട്ട് ഭവിക്കയാൽ എന്തുണ്ട്, നമ്മൾ സഗുണനും ഉപാധികളുള്ളതും ഒക്കെ ആയിട്ട് നമ്മൾ ഈ വ്യവഹാര ലോകത്തിൽ നമ്മൾ പറയണു ശരിക്ക് ഭഗവാൻ ഗുണാതീതനും നിരുപാധികനുമാണ്. മായയ്ക്ക് ആശ്രയമായിട്ട് ഭവിക്കുന്ന ആളായതുകൊണ്ട് മായ ത്രിഗുണാത്മകമാണ്. അപ്പം മായയ്ക്ക് ആശ്രയമായി ഭവിക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ ഭഗവാൻ മായ അംഗീകരിച്ച് സഗുണസ്വരൂപം ഉണ്ടെന്ന് നമ്മൾ സ്വാഭാവികനാണെന്ന് നമ്മൾ വ്യവഹാര രീതി ആശ്രയിച്ച് നമ്മൾ പറയണു, അത്രയേ ഉള്ളൂ. അതും ഈശ്വരന് ഗുണത്തോടും മായയോടും സംബന്ധം ഉണ്ടെന്നുള്ളത് വെറും കൽപ്പനയാണ്, നമ്മുടെ ഇമാജിനേഷനാണ്. ശരിക്കും ഗുണാതീതനാണ്. അത് ഈ വ്യവഹാരത്തിൽ നമ്മൾ കൽപ്പിക്കുകയാണ്. അത് ആക്ച്വലി ഈ ഈശ്വരന് ഗുണത്തോടും മായയോടും സംബന്ധമുണ്ട് അങ്ങനെ പറഞ്ഞ് നമ്മൾ രൂപമൊക്കെ കൊടുക്കണ്ടല്ലോ, കൃഷ്ണൻ രാമൻ എന്നൊക്കെ. അതൊക്കെ വ്യവഹാരം സംബന്ധമുണ്ടെന്നുള്ള ആ വ്യവഹാരം തന്നെ വെറും കൽപ്പിതമാണ്, മനസ്സങ്കല്പമാണ്. ശരിക്കിതൊന്നുമില്ല എന്നുള്ളതാണ് ശരിക്ക് വാസ്തവം. അതായത് ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ട് വികസിച്ച് വരുന്ന മായയാണ് നമ്മൾ സൃഷ്ടി എന്നൊക്കെ പറയണത്. സൃഷ്ടി എന്നും ലോകം എന്നൊക്കെ പറയണത് ഈശ്വര സംബന്ധം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ട് വികസിച്ച് വരുന്ന മായയാണ് നമ്മൾ ലോകം എന്ന് പറയണത്. അപ്പോൾ ശരിക്കും പറയാച്ചാൽ ഭഗവാനെ മുഴുവൻ ആശ്രയിച്ചിട്ടാണ് മായ. ആ വികസിച്ച് വരുന്ന മായയാണ് നമ്മൾ അവ്യാകൃതം, മൂലപ്രകൃതി, മായ, അവിദ്യ എന്നൊക്കെ പറയണത്. ശരിക്കുള്ളതല്ല അത്. ബ്രഹ്മസത്യം ജഗൻ മിഥ്യയാണ്. ഇത് നമ്മുടെ വെറും വ്യാവഹാരിക സങ്കല്പമാണ്. വളരെ വിഷമമുള്ളതാണ് പറയാൻ, വളരെ വിഷമമുള്ളൊരു ഐഡിയയാണ്. പിന്നെ അഗസ്ത്യമുനി ഭഗവത് തത്വം തന്നെ ഭഗവാനോട് പറയുകയാണല്ലോ. അപ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ വിഷമമാണ്, എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഭഗവാനില്ല, ഭഗവാന്റെ ശക്തി തന്നെയാണ് മായ. ഭഗവാന്റെ ഇച്ഛ പോലെ അത് പ്രവർത്തിക്കണോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭഗവാനിൽ നിന്ന് വിട്ട് മായ ഇല്ല, പക്ഷെ മായയിൽ നിന്നിട്ട് ഭഗവാനുണ്ട്. അത് വെറും വ്യാവഹാരിക സങ്കല്പമാണ് മായ. അല്ലെങ്കിൽ ഈ ലോകം തന്നെ വെറും വ്യാവഹാരിക സങ്കല്പമാണ് എന്ന് പറയണതിൽ കേട്ടോ. സൃഷ്ടേ പ്രാഗേക ഏവാസീർ നിർവികൽപ്പോനുപാധിക ത്വദാശ്രയാ ത്വദ്വിഷയാ മായാതേ ശക്തിരുച്യതേ ത്വാമേവ നിർഗുണം ശക്തിരാവൃണോതി യദാ തദാ അവ്യാകൃതമിതി പ്രാഹുർവേദാന്തപരിനിഷ്ഠിതാഃ മൂലപ്രകൃതിരിത്യേകേ പ്രാഹുർമായേതി കേചന അവിദ്യാസംസൃതിർബന്ധ ഇത്യാദി ബഹുധോച്യതേ. ഈ അഗസ്ത്യൻ്റെ ഈ ഒരു സംവാദം വളരെ ഗഹനായിട്ടുള്ളതാണ് കേട്ടോ. ഈ അടുത്തൊരു ശ്ലോകം കൂടിയും ചെയ്യാം നമുക്ക്. രാജസാനീന്ദ്രിയാണ്യേവാ സാത്വിക അല്ലേ നമ്മൾ ചെയ്ത് അല്ലല്ല സോറി അതല്ല കേട്ടോ. നമ്മൾ ചെയ്തത് 22 അപ്പോൾ 23 വായിക്കേണ്ടത്. ഞാൻ പേജ് ആദ്യം പറഞ്ഞു. ത്വയാ സംക്ഷോഭ്യമാണാസ മഹത്തത്വം പ്രസൂയതേ മഹത്തത്വാദഹങ്കാരസ്ത്വയാ സംചോദിതാദഭൂതി. ഇനി ഈ സൃഷ്ടി പറയണേ. ത്വയാ സംക്ഷോഭ്യമാണാസ, അങ്ങയാൽ ക്ഷോഭിക്കപ്പെട്ട മായ, മഹത്വത്വം പ്രസൂയതേ, മഹത്വത്വത്തെ പ്രസവിക്കുന്നു. മീൻസ് മഹത്വത്വം ഉണ്ടാവണു. ത്വയാ സംചോദിതൻ, ആ മഹത്വത്താൽ അങ്ങയാൽ തന്നെ പ്രേരിപ്പിക്കട്ട ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഭാഗവതത്തിൽ പറഞ്ഞ അതേ ആ സൃഷ്ടിക്രമം തന്നെയാണ് പറയണത് കേട്ടോ ഇതിലും. എന്താ വെച്ചാൽ ആദ്യം അദ്വൈത ശക്തി മാത്രമേ ഉള്ളൂ. മായയും ഈ കാണുന്ന സകല സർവജാലങ്ങളും കാലവും സർവ്വലോകങ്ങളും ബ്രഹ്മാവ് അടക്കമുള്ള 14 ലോകങ്ങളും അതിലത്തെ എല്ലാ ജീവികളും എല്ലാ ബ്രഹ്മാണ്ടങ്ങളും എല്ലാം കാലവും മായയും ഭഗവാനിൽ ഉറങ്ങിക്കിടക്കുന്ന അദ്വൈതാവസ്ഥയിൽ നിന്ന് എപ്പോഴാണോ ഭഗവാന്
സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആഗ്രഹമുണ്ടാവുന്ന ആ സമയത്ത് ഭഗവാൻ തന്നെ എന്ത് ചെയ്യും? സംക്ഷോഭിക്കപ്പെടും. അതായത് ഭഗവാൻ എനർജി, ഊർജം നൽകും. തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന മായയ്ക്ക് ഊർജം നൽകിയിട്ട് ആ ത്രിഗുണങ്ങളെ സന്തുലിതാവസ്ഥയിലാണ് ഈ ഉറങ്ങിക്കിടക്കുമ്പോഴേ ആ ത്രിഗുണങ്ങളുടെ ക്ഷോഭിക്കപ്പെടുമ്പോൾ ഈ ഊർജം കൊടുക്കുമ്പോൾ ആ ത്രിഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഈക്വിലിബ്രിയം ടിൽറ്റഡ് ആവും. ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും, മായ ക്ഷോഭിക്കും. അങ്ങനെ ക്ഷോഭിച്ച മായയിൽ നിന്ന് തൈര് കലക്കുമ്പോൾ എങ്ങനെ വെണ്ണ വേറിടുന്നുവോ അതുപോലെ എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടില്ല. തൈര് കലക്കുമ്പോൾ എങ്ങനെ വെണ്ണ അതിൽ നിന്ന് വേറിടുന്നുവോ അതുപോലെ ഭഗവാനിൽ നിന്ന് ആ മായയിൽ നിന്ന്, ആ ത്രിഗുണാത്മകമായ മായ ക്ഷോഭിച്ചിട്ട് അതിൽ നിന്ന് മഹത്തത്വം വെണ്ണ പോലെ വേർതിരിയും. പിന്നെ ആ മഹത്തത്വത്തിനും ഭഗവാന്റെ ഊർജം കൊടുക്കുമ്പോൾ ആ മഹത്തത്വം 3 തരത്തിലുള്ള അഹങ്കാരമായിട്ട് പിരിയും എന്ന് പറഞ്ഞിട്ടാണ് ഈ ശ്ലോകത്തിൽ നിർത്തുന്നത് കേട്ടോ. അപ്പം ത്വയാ സംക്ഷോഭ്യമാണാ സാ മഹത്തത്വം പ്രസൂയതേ മഹത്തത്വാദ് അഹങ്കാരസ്ത്വയാ സംചോദിതാദഭൂത്. എങ്ങനെ ലോകം, അതായത് ഈ ത്രിഗുണാത്മകമായ മായ ഗുണാതീതനായ ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനിൽ നിന്ന് ശക്തി സംഭരിച്ച് അല്ലെങ്കിൽ എടുത്ത് സ്വയം ക്ഷോഭിച്ച്, അതായത് ഭഗവാൻ കാരണം ക്ഷോഭിപ്പിക്കപ്പെട്ട മഹത്തത്വം ഉണ്ടായി. ആ മഹത്വത്തിന് അഹങ്കാരം ഉണ്ടായിന്ന്. ഇനി 24 കൂടി ചെയ്യാം. അഹങ്കാരോ മഹത്തത്വ സംവൃതസ്ത്രിവിധോ ഭവത് സാത്വികോ രാജസശ്ചൈവ താമസശ്ചേതി ഭണ്യതേ. ഇനി മഹത്തത്വ സംവൃത അഹങ്കാരം, മഹത്തത്വത്തോട് ചേർന്ന അഹങ്കാരം. ആദ്യം അഹംബോധം ഉണ്ടാവണേ. ത്രിവിധ അഭവത്, 3 വിധായി. ഏതൊക്കെ? സാത്വിക സത്വഗുണപ്രധാനം, രാജസം രജോ ഗുണപ്രധാനം, താമസ തമോ ഗുണപ്രധാനം. എന്താ പറഞ്ഞു വെച്ചാൽ ഈ മഹത്വത്തിൽ നിന്നുണ്ടായ ഈ അഹങ്കാര തത്വം ഉണ്ടല്ലോ, അഹംബോധം, അത് അഹങ്കാരമായതിന് ശേഷം 3 വിധം ആയിട്ട് പിരിയും. ഏതറിയോ? അതായത് പ്രകൃതിയിൽ 3 ഗുണങ്ങളുണ്ടേ. അപ്പോൾ സാത്വികാഹങ്കാരവും രാജസാഹങ്കാരവും താമസാഹങ്കാരവും ആയിട്ട് പിരിയും. ഈ അഹങ്കാരം ഡിവൈഡഡ് ആവും. മൂലപ്രകൃതി സത്വരജസ് തമോ ഗുണസ്വരൂപിയാണ്, ത്രിഗുണാത്മകിയാണ്. അതിൽ നിന്നാണല്ലോ മഹത്വത്വം ഉണ്ടായത്. ആ മഹത്വത്വം ശരിക്ക് സാത്വിക പ്രധാനമുള്ളതാണ്. സത്വപ്രധാനമാണ് മഹത്തത്വം. അതായത് പ്രിഡോമിനൻ്റ്ലി സാത്വിക്കാണ് എന്ത്? മഹത്തത്വം. പിന്നെയോ ആ മഹത്വത്തിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടായത്. ആ അഹങ്കാരം 3 ആവും. സത്വപ്രധാനം, രജോ ഗുണപ്രധാനം, തമോ ഗുണപ്രധാനം എന്നിങ്ങനെ 3 വിധം ആ അഹങ്കാരം അങ്ങോട്ട് പിരിയും. ഓരോ തത്വവും 3 വിധാണെന്ന് വിചാരിക്കണം. അതാണ്. അതായത് എല്ലാറ്റിലും 3 ഉണ്ടേ. മഹത്തത്വത്തിലും ശരിക്ക് 3 ഉണ്ട്, മായയിൽ 3 ഉണ്ടല്ലോ. അപ്പം മായയിൽ നിന്നുണ്ടായതല്ലേ മഹത്തത്വം, വെണ്ണ തിരിയണ പോലെ പറഞ്ഞു. അപ്പം മഹത്വത്തിലും 3 ഉണ്ട്. പക്ഷേ മഹത്തത്വം സത്വഗുണപ്രധാനമാണ്. പിന്നെ ആ മഹത്വത്തിൽ നിന്ന് 3 കൂടി ഉണ്ടാവും. പക്ഷെ അതിലൊക്കെ കുറേശ്ശ കലർപ്പ് മറ്റതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സാത്വികാഹങ്കാരത്തിൽ കുറച്ച് രാജസാഹങ്കാരം, കുറച്ച് താമസാഹങ്കാരം ഉണ്ട്. അത് പ്രിഡോമിനൻ്റ്ലി സാത്വിക്കാണെന്നേ ഉള്ളൂ, ഏറ്റവും അധികം സാത്വിക എന്നേ ഉള്ളൂ. പിന്നെ രാജസാഹങ്കാരമാണ് പ്രധാനം. പക്ഷേ കുറച്ച് സാത്വികാഹങ്കാരം, കുറച്ച് താമസാഹങ്കാരമുണ്ട്. അതേപോലെ തന്നെ താമസാഹങ്കാരം എടുക്കുകയാണെങ്കിൽ താമസമാണ് പ്രധാനം. പക്ഷെ അതിലും ഉണ്ട് കുറച്ച് സാത്വികവും കുറച്ച് രാജസവും. അപ്പം അതാണ് ഓരോന്നിലും 3 കാണാം. ഈവൻ മഹത്വത്തിൽ 3 ഉണ്ട്. പക്ഷെ സത്വഗുണ പ്രധാനമാണെന്ന് മാത്രം. അങ്ങനെ മഹത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി, അഹങ്കാരം 3 പിരിഞ്ഞു. അത്ര പറഞ്ഞാൽ മതി. നമുക്ക് നോക്കട്ടെ അപ്പം എത്ര ചെയ്യുന്നു. അപ്പം നമുക്ക് നിർത്താൻ പെടാം കേട്ടോ. അഹങ്കാരോ മഹത്തത്വ സംവൃതസ്ത്രിവിധോ ഭവത് സാത്വികോ രാജസശ്ചൈവ താമസശ്ചേതി ഭണ്യതേ.
ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.